പക്ഷേ സ്വർണത്തിന് ഇത്രത്തോളം വില കൂടിയപ്പോൾ പൊതുജനങ്ങൾക്ക് എന്താണ് അതിൽ പ്രതികരിക്കാനുള്ളത്? കേൾക്കാം. 10 പവൻ്റെ പൈസ പിള്ളേരുടെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ആ പൈസ കൊണ്ട് ജീവിക്കാം. സ്വർണ്ണം വീട്ടിൽ കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുടെ പേരിൽ ഒരു 10-15 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുക, ആ പൈസക്ക് അവർ ജീവിക്കുക. സ്വർണ്ണം മേടിച്ചിട്ട് വെറുതെ കള്ളന്മാർക്ക് കൊടുക്കണം. 20,200 റുപ്യാന്ന് എൻ്റെ മോളെ കല്യാണത്തിന് ഞാനൊരു 50 പവൻ എടുത്തരാം. ഇപ്പോൾ 80 ദിവസം കഴിയുന്നതോറും കൂടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഉന്നതിയുള്ളവർക്ക് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് അത് വീട്ടിൽ പൊന്ന് കൂട്ടി വെക്കുന്നു. അവസ്ഥ ഇപ്പോൾ ഉള്ളത്. സ്വർണത്തിന് വില കൂടിയ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പം 80 സാധാരണക്കാരെ കല്യാണം കഴിച്ചിട്ട് വിടാൻ പറ്റില്ല മക്കളെ. എൻ്റെ മോള് മംഗലം കഴിപ്പിച്ച് അയക്കാനായി 10 പവനാ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 5-ലേക്കോ 6-ലേക്കോ ചുരുങ്ങും, അതേ രക്ഷയില്ല. മറ്റേ പേര് കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മളെ പോലത്തെ തൊഴിലാളികൾക്ക് നമുക്ക് നടക്കൂല. എന്നെ തോന്നുന്നത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. ഉള്ളവരിപ്പം 100 പവനും 150 പവനും 500 കൊടുത്തിട്ട് അയക്കുന്നുണ്ട്. സാധാരണക്കാരന് 2 പവൻ കൊടുക്കേണ്ട ഗതിയില്ലാത്ത അവസ്ഥ ഇപ്പോൾ ഉള്ളത്. ഞാനൊരു പിക്നി കളക്ഷൻ ഏജൻ്റാണ്. നമുക്കൊരു ഗ്രാമം മേടിക്കാൻ തന്നെ ഇപ്പോൾ വല്ലാതൊരു വിഷമമാണ്. ഒരു മകളാണ് ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ സ്വർണം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ട് ഇനിയിപ്പം സ്വർണത്തിൻ്റെ വില കുറയുന്നില്ല പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. സാധാരണ ഒരു കുടുംബത്തിൽ ഒരു കുട്ടിയുടെ കല്യാണം കഴിക്കണമെങ്കിൽ പിന്നെ വലിയ ബാധ്യതയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് ഇനി സ്വർണം എന്നുള്ളതിന് പകരം വേറെ എന്തെങ്കിലും സംഗതി കാണേണ്ടി വരും. സ്വർണ്ണവില വർധനവിൽ സാധാരണക്കാർ ആശങ്ക അറിയിക്കുകയാണ്. ഇനി കല്യാണമൊക്കെ എങ്ങനെ നടത്തുമെന്നാണ് പലരും ചോദിക്കുന്നത്.